ബെണ്ടനെ പോലെ പോസ് ചെയ്യോ ഹോസ്റ്റലറെ? ഇത് ബെണ്ടനെ പോലെയല്ല, മണ്ടനെ പോലെയാണ്. നെക്സ്റ്റ് പോസ്. മര്യാദക്ക് പോസ് ചെയ്യോ ഹോസ്റ്റലറെ? മോളു ഇനി പപ്പ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. വണ്ടി ഓടിച്ചോടിച്ചോടിച്ചോടിച്ചു മടുത്തു. അയ്യോ ഹോസ്റ്റലറെ, ആ തക്ഷകൻ അതൊന്നും പറഞ്ഞു തീർത്ത് പ്ലീസ്. എത്ര നേരമായി ചോദിക്കണു? 7 ദിവസത്തിനുള്ളിൽ സർപ്പം കടിച്ച് മരിക്കുമെന്ന് ശൃംഗി മഹർഷി പരീക്ഷത്ത് രാജാവിനെ ശപിച്ചു. പേടിച്ച മഹാരാജാവ് ഒരു ജലാശയത്തിന്റെ നടുവിൽ ഒരു ഗോപുരം പണിത് അതിനകത്തിരിപ്പായി. എന്നിട്ട് 7 ദിവസങ്ങൾ കഴിഞ്ഞു. 7ാമത്തെ ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പ് അദ്ദേഹത്തെ കാണാൻ കുറച്ച് മഹർഷിമാരെത്തി. അവർ കൊണ്ടുവന്ന പഴങ്ങളിൽ നിന്നും ഒരെണ്ണം എടുത്ത് മഹാരാജാവ് പൊട്ടിച്ചു. രാജാവിന് അറിയില്ലായിരുന്നു ഒരു കുഞ്ഞി പുഴുവിന്റെ രൂപത്തിൽ അതിനകത്ത് തക്ഷകൻ ഒളിച്ചിരിപ്പുണ്ടായിരുന്നുവെന്ന്. ഹോസ്റ്റലറെ, ഈ സ്റ്റോറിയുടെ മോറൽ എന്താ? മോറല് പിന്നെ ആരാ ഹോസ്റ്റലറെ? ഇവിടെ റേഞ്ച് ഇല്ലല്ലോ. അനീഷ, ഇതാരാ ഇങ്ങോട്ട് വിളിക്കുന്നത്? ഇങ്ങോട്ട് വരുന്ന കാര്യം ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല, ചിലപ്പോ കെയർ ടേക്കർ പഴനിയായിരിക്കും. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ ആണോന്ന് അറിയാനാ. ഹലോ, മോറല് ഇല്ലേ? മോറലുണ്ട്. കൊടുക്കാവേ. ആരാ? ഓസ്റ്റർക്കാ. ഹലോ ഹലോ സാർ, ഇത് മൂന്നാർ പോലീസ് സ്റ്റേഷൻ എന്നാണ്. സാറോട് ഉണ്ടെന്ന് സാറിന്റെ ഓഫീസ് വഴി അറിഞ്ഞു. സാറിന്റെ വെക്കേഷൻ ആണെന്നറിയാം. വേറെ വഴിയില്ലാത്തോണ്ട് ബുദ്ധിമുട്ടിക്കുക സാർ. എന്താ? ഇവിടെ ഒരു ടൂറിസ്റ്റ് കോട്ടേജിൽ ഇരട്ട കൊലപാതകം നടന്നു സാർ. കൊല്ലപ്പെട്ട 2 ബ്രിട്ടീഷ് പൗരന്മാരാണ്. ഞങ്ങൾ ബോഡി ഇവിടുന്ന് മാറ്റുന്നതിന് മുമ്പ് സാർ ജസ്റ്റ് ഒന്ന് നോക്കണം. വിദേശകാര്യ മന്ത്രാലയം അടക്കം ഇൻവോൾവ് ആണ് സാർ. സോ വി നീഡ് ടു ബി വെരി പ്രിസൈസ് സാർ, പ്ലീസ്. വരാം. ജോബ് കോളിംഗ്. ഒരു 1/2 മണിക്കൂർ നിങ്ങളൊന്ന് അൺപാക്ക് ചെയ്ത് സെറ്റ് ആവുമ്പോഴത്തേക്കും ഓസ്റ്റർ ഓടി വരാം. ഹലോ സാർ. എന്ത് പണിയാ രവി കാണിച്ചത്? 2 ദിവസമെങ്കിൽ 2 ദിവസം ഭാര്യയും മോളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ടിരിക്കാന്ന് വിചാരിച്ചിട്ടില്ലേ ഹൈ റേഞ്ചിൽ വന്ന് റൂം എടുത്തത്. ഇതിപ്പോതാ വന്ന് കയറി ഉടനെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോള്. ഉടനടി അങ്ങോട്ട് ചെല്ലാൻ. നിങ്ങളോട് ആരാ എന്റെ കോട്ടേജിന്റെ നമ്പർ കൊടുക്കാൻ പറഞ്ഞു? ഇല്ല സാർ, ഞങ്ങൾ ആർക്കും നമ്പർ കൊടുത്തിട്ടില്ല. പിന്നെ ഇങ്ങോട്ടാരും നമ്പർ ചോദിച്ച് വിളിച്ചുമില്ല. അതുമല്ല, സാർ ഇങ്ങോട്ടാ പോയെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലോ സാർ. ഹലോ ഹലോ സാർ. ഹലോ മോളു, ജെന്നി, അനീഷ, അനീഷ, മോളു, ജെന്നി, ജെന്നി, അനീഷ, ജെന്നി, മോളു. എനിക്കൊന്നും വിളിക്കാനില്ല സാറേ. എനിക്കെല്ലാം തുറന്നു പറയണം. 4 ദിവസം ഞാൻ ഓട്ടം തുടങ്ങിയിട്ട് എനിക്കതിൻ്റെ ത്രില്ല് പോയി. എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോഴാണ് ഹോസ്റ്റലർ എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. ഐ വാസ് എ നാർക്കോട്ടിക്സ് കാരിയർ. ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ടും സാറത് കേസാക്കി. 5 വർഷം ഞാനകത്ത്. അതോടെ എൻ്റെ ഫ്യൂച്ചറും പോയി, എൻ്റെ കുടുംബത്തിൻ്റെ മാനവും പോയി. Nothing else to do except revenge. ഹോസ്റ്റലർ സാറിന് ഞാൻ കുറച്ച് കാലമായി ഫോളോ ചെയ്യുന്നു. അവസാനം 3-6 വെച്ച് എനിക്ക് കുറ്റം കിട്ടി. സാറിൻ്റെ ഭാര്യയും മോളെയും അവിടെ നിന്ന് കിഡ്നാപ്പ് ചെയ്ത് നൈറ്റ് സെന്ററിലായിരുന്നു ഞാൻ. ഏതോ കാട്ടിൽ
ബോക്സിലാക്കി പ്ലാസ്റ്റിക് കവറിലാക്കുന്ന മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എവിടെയൊക്കെ കുടിച്ചിരുന്നത് എൻ്റെ റിലേ കട്ടായിപ്പോയി. പിന്നെ നിങ്ങൾ വിനീതേ, ആ കോട്ടേജിന്റെ ഭാഗത്ത് നിന്റെ വണ്ടി കണ്ട കെയർടേക്കർ പറഞ്ഞ നമ്പർ ഓർത്ത്. അതുവഴി ഞങ്ങൾ നിന്റെ ഫോണും ട്രേസ് ചെയ്തു. ഞങ്ങൾക്ക് നിന്റെ ലൊക്കേഷൻ കിട്ടി. നിന്റെ കാറിൽ നിന്ന് മോസ്റ്ററിന്റെ ഭാര്യയുടെയും മകളുടെയും രക്തം പുരണ്ട വസ്ത്രങ്ങൾ കിട്ടി. പിന്നെ ചോര പറ്റിയൊരു വലിയ വെട്ടുകത്തി, ഒരു തൂമ്പ. ഫോറൻസിക് ടെസ്റ്റുകളിൽ നീ പറയുന്നതൊക്കെ സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. പക്ഷെ അവരെ രണ്ടുപേരെയും നീ എവിടെയാണ് കുഴിച്ചിട്ടതെന്ന് ഒന്ന് ഓർത്ത് പറ വിനീത്. സാറേ, നമ്മളിപ്പോ കുറെ സ്ഥലത്ത് പോയി കുഴിച്ചു നോക്കിയില്ലേ സാർ? എനിക്ക് ഓർമ്മയില്ല സാർ. അന്ന് രാത്രി ഹെവി ഡോസേജുള്ള ഡ്രഗ്സും. Honestly, I don't remember. സാറേ, എനിക്കൊരു ജോയിന്റ് ഒരു തല മുഴുവൻ തിരിക്കണം സാറേ. അല്ലെങ്കിലൊരു ഡിയറി സെന്ററിൽ കൊണ്ടുപോകും പ്ലീസ് സാർ, പ്ലീസ്. പ്രസാദ് സാർ കുറച്ചധികം ലീനിയൻ്റാന്ന് തോന്നല്ലോ. യൂണിഫോം വേണ്ട, മുടി വെട്ടണ്ട, ഓഫീസിൽ എല്ലാ ദിവസവും പ്രസൻ്റായി, കാര്യങ്ങളൊന്ന് സൂപ്പർവൈസ് ചെയ്താൽ മാത്രം മതി, സാലറി കൃത്യം കിട്ടും. കൊള്ളാലോ. രാജിവെക്കാൻ ശ്രമിച്ചതാ, സാറ് സമ്മതിച്ചില്ല. തന്നെ ബാധിച്ചിരിക്കുന്ന വിഷാദരോഗത്തിൻ്റെ തീവ്രത കുറയുന്നില്ല എന്ന് മാത്രമല്ല, ദിനം തോറും കൂടി വരികയും ചെയ്യുന്നു. റീസൺ എന്താണെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. തനിക്ക് തൻ്റെ ഭാര്യയുടെയും മകളുടെയും റിമെയിൻസ് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അവർക്കൊരു പ്രോപ്പർ സംസ്കാരം, ഒരു കല്ലറ, ഇതൊന്നും അത്യാഗ്രഹങ്ങളല്ല ഓസ്ലർ. ബട്ട് ഫേറ്റ് ഇസ് അഗൈൻസ്റ്റ് us. തൻ്റെ ഭൂതകാലവുമായി താൻ പൊരുത്തപ്പെട്ടാൽ മാത്രമേ തൻ്റെ ഈ ഉറക്കമില്ലായ്മയിൽ നിന്നും തനിക്കൊരു മോചനമുള്ളൂ. ഇത്തരം വലിയ പേഴ്സണൽ ട്രാജഡികളിൽ വീണുപോയിട്ടുള്ള, അതിൽ നിന്നും തിരിച്ചു വന്നിട്ടുള്ള എല്ലാവരും കാലങ്ങളായി ഫോളോ ചെയ്യുന്ന ഒരു മന്ത്രം മാത്രമേ ഉള്ളൂ: ലെറ്റ് ഗോ. എടോ, തൻ്റെ ഇൻസോംനിയ ക്രോണിക് ആയിട്ടുണ്ട്. ഇപ്പോൾ താൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ വരെ തുടങ്ങിയിരിക്കുന്നു. താൻ മരുന്നുകൾ വേണ്ടാന്നൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, സൈക്കോളജി വിട്ട് ഫിസിയോളജി പിടിച്ചു നോക്കാം. പരമാവധി ശാരീരിക അധ്വാനം ചെയ്യുക, അങ്ങനെ ശരീരത്തെ ക്ഷീണിപ്പിക്കുക. ഒരു ഘട്ടം കഴിയുമ്പോൾ ശരീരം താനെ ഷട്ട് ഡൗൺ ആവും. താൻ കുറച്ചെങ്കിലും ഉറങ്ങും. നമുക്കതൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? ഓസ്ലറെ, ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് തന്നോട് അടുപ്പമുള്ള ഒരു സുഹൃത്തെന്ന നിലയിലാണ്. കഴിഞ്ഞ 3 വർഷത്തെ കടുത്ത വിഷാദവും ഈ ഉറക്കമില്ലായ്മയും തൻ്റെ ശരീരത്തെ പോലും വല്ലാതെ ബാധിച്ചിരിക്കുന്നുള്ളൂ. തനിക്ക് അകാല വാർദ്ധക്യം പോലും പിടിപെട്ടിരിക്കുന്നു. പ്ലീസ് എംബ്രേസ് ലൈഫ് ആൻഡ് കം ബാക്ക് ആൻഡ് ഫൈൻഡ് എ പർപ്പസ്. നീ എവിടെയാണ് കറങ്ങി നടക്കുന്നത്? നിനക്കെനിക്കൊരു സ്ഥലം തന്നിട്ടില്ലേ? അവിടെ ഇരുന്നാ പോരെ? അറിയിപ്പിക്കണ്ട എന്നെ കൊണ്ടൊന്നും. സാറ് വന്നു. എന്തിനാണ് സാറേ ഇവനൊക്കെ ഇങ്ങനെ കാശ് ചെലവാക്കി ഫുഡ് വാങ്ങിക്കൊടുക്കുന്നത്? എത്ര കാലായില്ലേ? പാവം. സാറിനല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ സത്യമായിട്ട് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. നമ്മൾ കസ്റ്റഡിയിലായ ദിവസങ്ങളിൽ എവിടേക്കലഞ്ഞ് സാറിൻ്റെ ഭാര്യനെ മകളെ പൊക്കിയതിന് ശേഷം ഞാൻ മിനിമം ഒരു 10-15 നൈട്രസൻ അടിച്ചിട്ടുണ്ടാവും. എൻ്റെ തലച്ചോറൊക്കെ ഫ്രൈഡായിരുന്നു. എല്ലാം കഴിഞ്ഞ് പോലീസ് എന്നെ പിടിച്ച് എൻ്റെ കിക്കിറങ്ങിയപ്പോഴേക്കും എനിക്ക് പലതും ഓർമ്മയില്ലാണ്ടായി. സാറ് എത്ര വട്ടം എന്നെ ഇതുപോലെ കാണാൻ വന്നാലും എനിക്കിനിയൊന്നും ഓർമ്മ വരും തോന്നുന്നില്ല. ക്രോണിക് ഡ്രഗ് യൂസിൻ്റെ പ്രശ്നം. സാറ് വാങ്ങി തന്ന ഈ ഫുഡ് കഴിക്കുമ്പോൾ എനിക്കല്ല വിഷമമുണ്ട്. പക്ഷെ സാറ് മാസം കൊണ്ടുവന്നി ഹോട്ടൽ ഫുഡ് മാത്രമേ ഉള്ളൂ എനിക്ക് പുറം ലോകമായ ആകെയുള്ള ബന്ധം.
ഹലോ ഓസ്ലർ. ഹലോ അലക്സാണ്ടർ. ഹലോ കൃഷ്ണദാസ്. പുസ്തകം എഴുതാനും നിങ്ങളുടെയൊക്കെ ജീവിതം സിനിമയാക്കാനും ഒരുപാട് ഓഫറുകളുണ്ടെന്ന് കേട്ടു. യുദ്ധം അവസാനിക്കുമ്പോൾ ശവങ്ങൾക്ക് വേണ്ടി കഴുകന്മാർ വരുന്നത് സ്വാഭാവികമല്ലേ? താങ്കളുടെ ഒരു ചോദ്യത്തിന് ഞാൻ പകുതി മറുപടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സേവിയുടെ മകൾ അമേരിക്കയിൽ നിന്ന് ലീവിന് തിരിച്ചു വരുന്നതുവരെ എനിക്ക് കാത്തിരിക്കാമായിരുന്നു. ഞാൻ നിർബന്ധിച്ചിരുന്നെങ്കിൽ കൃഷ്ണദാസ് ദേവിക്ക് പകരം മകളെന്നതിൽ സമ്മതിക്കുമായിരുന്നു. പക്ഷേ ഞാനിത് ചെയ്തത് താങ്കൾക്ക് വേണ്ടിയാണ്. എല്ലാം ഇട്ടെറിഞ്ഞ് മനമെടുത്ത് തിരിച്ചു പോകുന്നതിന് മുമ്പ് താങ്കളെ അന്വേഷണ ഉദ്യോഗസ്ഥനായിക്കട്ടെ. താങ്കളൊരു നല്ല മനുഷ്യനാണ് ഓസ്ലർ. നമ്മൾ കണ്ടുമുട്ടേണ്ടവരായിരുന്നു. We were so destined to meet. നമ്മൾ ഇനിയും കണ്ടുമുട്ടിക്കൊണ്ടേയിരിക്കും. വരട്ടെ. Bond Studio, Osler. Bond Studio. സാർ രാവിലെ വന്ന് എന്നെ കാണാതെ പോയപ്പോഴേക്കും ഞാൻ വിചാരിച്ച് സാർ ഇന്നിനി വരില്ലായിരിക്കും. സാർ നല്ല തിരക്കിലല്ലേ? എന്തായാലും ഡിന്നർ നന്നായിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ കേസിൽ രണ്ടുപേരും ഇന്ന് കണ്ടായിരുന്നു, പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല. എൻ്റെ ഭാര്യയും മോളോടെ. സാറ് ഇത് ചോദിക്കലെടുത്തിയെന്ന് ഞാൻ വിചാരിച്ച. ഞാൻ പറഞ്ഞില്ലേ സാറേ, എനിക്കൊന്നും ഓർമ്മയില്ല. എൻ്റെ ഭാര്യയും മോളെയും എവിടെയാണ് കുഴിച്ചിട്ടതെന്നല്ല ഞാൻ ചോദിച്ചത്. അവരിപ്പോൾ എവിടെയാണെന്നാണ് ചോദിച്ചത്. വിനീത്, നിന്റെ കാറിൻ്റെ ഡിക്കിയിൽ നിന്നും അവരുടെ ചോര പുരണ്ട വസ്ത്രങ്ങളും വലിയൊരു കൊടുവാളും കിട്ടി. വാളിലും വസ്ത്രത്തിലും കണ്ട രക്തം DNA ടെസ്റ്റിലൂടെ എൻ്റെ ഭാര്യയുടെയും മോളുടെയുമാണെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷേ ആ ഷോക്കിൽ എല്ലാവരും വിട്ടുപോയ കേരള പോലീസിന് ഇന്നേ വരെ പരീക്ഷിക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒന്നുണ്ടായിരുന്നു. ബോണ്ട് റെസിഡ്യൂ. എല്ലിൻ്റെ ചെറിയ ചെറിയ തരികൾ. എല്ല് വെട്ടാൻ കത്തി ഉപയോഗിച്ച ശേഷം അതെത്ര കഴുകിയാലും, ഈവൻ കെമിക്കൽ വാഷ് ചെയ്താൽ പോലും ബോണ്ട് റെസിഡ്യൂ പോകില്ല. നീ എൻ്റെ കുടുംബത്തെ വെട്ടിനുറുക്കാൻ ഉപയോഗിച്ച കത്തിയിൽ ബോണ്ട് റെസിഡ്യൂവിൻ്റെ ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ക്രോസ് ചെക്ക് ചെയ്തു വിനീത്. ദാറ്റ് മീൻസ് എൻ്റെ ഭാര്യയും മോളും വെട്ടിനുറുക്കപ്പെട്ടിട്ടില്ല. സോ നീ എന്തായാലും അത് ചെയ്തിട്ടില്ല വിനീത്. പക്ഷേ അവരെ ആരെന്ത് ചെയ്തു എന്നുള്ളത് നിനക്കറിയാം. പറയേ, ആരാണിതിൻ്റെ പിറകില്? പറയടാ. ഫൈനലി യു ഫൗണ്ട് ഇറ്റ് മാൻ. എത്ര കാലമായെന്നറിയോ ഞാൻ ഇതിനെ കാത്തിരിക്കുന്ന. നീ വല്ല ഇൻവെസ്റ്റിഗേറ്റർ അല്ലേ? മിടുക്കണ്ണെ കണ്ടുപിടിക്കേ. ലെറ്റ്സ് സീ വാട്ട് യു മേഡ് ഓഫ്, ഓസ്ലർ.